ഒരു അടിപൊളി കടായി പനീർ ഉണ്ടാക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പനീർ ഉണ്ടാക്കാം. ഒരു പാക്കറ്റ് പനീർ എടുക്കുക. ക്യൂബ്സ് സ്ലാബ്സായിട്ടുള്ളത് വാങ്ങിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇതിന് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പനീർ എന്ന് പറയുന്നത് പാല് പിരിച്ചുണ്ടാക്കുന്നതാണ്. അതായത് പാലുൽപ്പന്നങ്ങളൊന്നുള്ളത് കാൽസ്യത്തിൻ്റെ കലവറയാണ്. ഒരുപാട് കാര്യമുണ്ട്. കാൽസ്യത്തിൻ്റെ കലവറയും വിറ്റാമിൻസ്, മിനറൽസ് എന്നിവയുടെ എല്ലാം കലവറയാണ് പാലുൽപ്പന്നങ്ങൾ. അപ്പം പാല് കഴിക്കാനായിട്ട് പഠിക്കുന്നവർക്ക് ഈ പനീർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളെന്ന് പറയുന്നത് ഒരു 4-5 സവാള, ക്യാപ്സിക്കം, ഒരു 2-3 തക്കാളി എടുക്കാവുന്നതാണ്. പുളിയില്ല തക്കാളി വേണ്ടത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം ഒരു 3 സവാള എടുത്ത് സ്ലൈസായിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ലപോലെ ഒരു ജ്യൂസിയാക്കിയതിന് ശേഷം ഒരു 2-3 സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് പ്യൂരിയാക്കുക. ഇത് പുളിപ്പുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. പുളിപ്പില്ലാത്താണെങ്കിൽ ഒരു 3 നമുക്ക് എടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞ് സവാളയും അതേ ഷേപ്പിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു കടായി എടുത്ത് വെച്ചതിന് ശേഷം 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യോ ബട്ടറോ എണ്ണയോ ചേർക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ മിക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യുക. കൂടുതൽ ഡാർക്കായിട്ടൊന്നും ഫ്രൈ ചെയ്യില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാവുന്നതാണ്. ചെയ്ത് ഇതിനെ മാറ്റി വയ്ക്കുക. പാല് തിളപ്പിക്കുമ്പോൾ തന്നെ പലപ്പോഴും പിരിഞ്ഞു പോകാറുണ്ടല്ലേ, അപ്പോഴൊക്കെ നമ്മൾക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ കുറച്ചുകൂടി പിരിച്ച് ഈ പറയുന്ന പനീർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോഴത് ഷാലോ ഫ്രൈ ആക്കി മാറ്റി അതേ പാനിൽ തന്നെ ക്യാപ്സിക്കവും സവാളയും ലൈറ്റ്